ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പയും ബീഫുമാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. അന്നേരം ബീഫ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മീറ്റ് മസാല ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ഒരു 4 സവാള, ഇതൊക്കെയാണ്. അതിനുശേഷം നമുക്ക് ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുകിട്ട് കുറച്ച് ഉലുവയിടാം. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ, അതിട്ടിട്ട് നമുക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകുന്ന പോലെ നല്ലതുപോലെ മൂത്ത് വരണേ. അത് നല്ലതുപോലെ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിനകത്തേക്ക് പച്ചമുളകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാവേ. സവാള പെട്ടെന്ന് നമുക്കൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ വാടി കിട്ടണം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. എരിവ് അനുസരിച്ച് നമുക്ക് ഇടാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വറ്റൽമുളകും പച്ചമുളകൊക്കെ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് പൊടികളിൽ മാറ്റം വരുത്താം കേട്ടോ. അങ്ങനെ പൊടികളിട്ട് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ആ പൊടികളും നമ്മൾ വാട്ടി ഉള്ളിയും സാധനങ്ങളെല്ലാം ആ ഒരു ഗ്രേവിയിൽ ഒന്ന് എല്ലാം പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതും കൂടി ഒന്ന് വറ്റിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവും പാകവും എല്ലാം നോക്കുക. നമുക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണ്ട അളവിൽ ഗ്രേവി എങ്ങനെ വേണോ ആ രീതിയിൽ ആക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.